ഹായ് ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്നൊരു മഴ ദിവസം കേട്ടോ. രാവിലെ നല്ലോണം മഴ ഉണ്ടായിരുന്നു കേട്ടോ. എണീറ്റപ്പോൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കറ്റാർവാഴയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ചട്ടിയിൽ അങ്ങനെ പിടിക്കണില്ല. അപ്പോൾ നല്ല നിലത്ത് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അവിടെ അങ്ങനെ കുഴിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായി എന്നറിയാൻ വേണ്ടി മഴ പെയ്താൽ പിന്നെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങലൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഴ ഒന്ന് നിന്നപ്പോൾ നോക്കിയതാണ്. പിന്നെ ഈ ബിരിയാണീൻ്റെ ഓലയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കുഴിച്ചിട്ടിരുന്നു ഞാൻ വേറെ സാധനമൊക്കെ. ഈ ഉറുമാമ്പഴല്ലേ അത് ഉണ്ടായിട്ട് തന്നെ അല്ല കേട്ടോ. കുറച്ച് മരമൊക്കെ കുറച്ച് വലുതായിക്കണു. ഇതെന്താ കായ്ക്കൊന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ തൈ വെച്ചതാണ്. കറ്റാർവാഴ വല്ലാതെ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവുമെന്ന് അറിയില്ല. പക്ഷെ ഇത് പിടിച്ച് കിട്ടാൻ ചിലവർക്കൊക്കെ എളുപ്പമുണ്ടാവും എന്ന് പറയണേക്കാം കേട്ടോ. പിന്നെ എനിക്ക് നാവിൽ മുറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇല എടുത്തുകൊണ്ട് ഇതിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതെടുത്തുകൊണ്ട് അതിൻ്റെ നീര് അങ്ങനെ കുടിക്കൂട്ടോ. അപ്പോൾ നല്ല കുറവുണ്ടാവലുണ്ട് നാവുമല്ല മുറിയൊക്കെ. അപ്പം അങ്ങനെ പിന്നെ അകത്തേക്ക് വന്നതാട്ടോ. കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ടുകൊണ്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് മസാല തേച്ച് വെച്ചിരുന്നു കേട്ടോ. അച്ചാർ പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കരുത്തി എനിക്ക് പിരാന്താന്ന് കേട്ടോ. പക്ഷെ ഞാൻ അതുകൊണ്ട് സോയാബീൻ കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ അച്ചാർ ഇടുന്നത്. നമ്മൾ സാധാ നോർമലായിട്ട് അച്ചാർ ഇടൂലേ അതേപോലെ തന്നെ കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മാറ്റുകയാണ്. മസാല തേച്ച് വെച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ പൊരിച്ച് കോരിക്കണത്. പിന്നെ അതിന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഒരു സ്പൂണ് കടുകും ഉലുവയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതാവുമ്പോൾ വേപ്പിൻ്റെ ഇല ചേർത്തെടുക്കുക കേട്ടോ. വേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തെടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. നല്ലോണം അരച്ചെടുത്താൽ ചെറുതാക്കി അരിഞ്ഞിക്കാണ്ട് വേണമെങ്കിലും ചേർത്തെടുക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചേർത്തെടുക്കുന്നത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാവും. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി വെക്കണത്. പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു ഇതും ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടി അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. അച്ചാർ പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ അച്ചാർ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ മസാല തേച്ച് വെച്ചപ്പോൾ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അച്ചാർ പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. വിനാഗിരിയൊക്കെ ഒഴിച്ച് കണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ സോയ ചേർത്ത് കണ്ട് മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്ത സോയാബീൻ ചേർത്ത് കണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നായിട്ട് ചൂടായിട്ട് ഓഫാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അങ്ങനെ കുറുകി വരും. അധികം പുളി വേണ്ടവർക്ക് അതിനനുസരിച്ചുള്ള വിനാഗിരി ഒഴിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു അളവിനാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഉമ്മാൻ്റെ വീട് വരെ ഒന്ന് പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടും അങ്ങോട്ട് പോകും കേട്ടോ. കുറേ ആയിരുന്നു ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടും. കോട്ടക്കൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കുറച്ച് ലോങ്ങാണ്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ പോകലുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഉപ്പപ്പാനെ കാണാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരിച്ച് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. ഈ സംഭവമില്ലേ, ഈ പച്ച ഈത്തപ്പഴം മഞ്ഞ കളറിലുണ്ട് ചുവപ്പ് കളറിലുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പൊക്കെ മിക്സാക്കി കണ്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കണ്ട് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരിക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.